അസൂയ എന്നത് വളരെ നിശബ്ദമായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്നൊരു വികാരമാണ്. മറ്റൊരാൾ ജീവിതത്തിൽ മുന്നേറുന്നത് കാണുമ്പോൾ, അവർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സന്തോഷം കാണുമ്പോൾ, നമ്മുടെ മനസ്സിന്റെ ഒരു കോണിൽ എവിടെയോ ഒരു ചെറിയ ഭാരം അനുഭവപ്പെടാറില്ലേ? എന്തുകൊണ്ട് എനിക്കിത് ലഭിക്കുന്നില്ല? എനിക്കല്ലേ ഇതിനു കൂടുതൽ അർഹത? ഇങ്ങനെയുള്ള ചിന്തകൾ പതുക്കെ പതുക്കെ നമ്മെ കീഴടക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈയൊരു ചിന്താഗതി നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും പാടി നശിപ്പിച്ചു കളയും. നമ്മെ സൃഷ്ടിച്ച ദൈവം ഓരോരുത്തർക്കും ഓരോ പ്രത്യേക വഴികളാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് നാം പലപ്പോഴും മറന്നുപോകുന്നു. മറ്റൊരാളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് വലിയൊരു കെണിയാണ്. ആ കെണിയിൽ അകപ്പെട്ടുപോയാൽ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നന്മകൾ കാണാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിലെ അസൂയയെയും താരതമ്യങ്ങളെയും ഇന്ന് നമുക്ക് ദൈവത്തിനു മുൻപിൽ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യാൻ ദൈവത്തിന് താൽപ്പര്യമില്ല. കാരണം നിങ്ങൾ ദൈവത്തിന് സവിശേഷമായ ഒരാളാണ്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സാഹചര്യം ഇതെല്ലാം ദൈവം പ്രത്യേകമായി രൂപപ്പെടുത്തിയതാണ്. ലോകം വിജയങ്ങളെ അളക്കുന്നത് പണവും പ്രശസ്തിയും വെച്ചായിരിക്കാം. എന്നാൽ ദൈവം നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെയാണ്, നിങ്ങളുടെ വിശ്വസ്തതയാണ്. അസൂയ നമ്മുടെ ഉള്ളിൽ വളരുമ്പോൾ അത് നമ്മുടെ ആത്മാവിനെ കാർന്നു തിന്നുന്ന ഒരു രോഗമായി മാറും. അത് നമ്മുടെ ബന്ധങ്ങളെ തകർക്കും, നമ്മുടെ ചിന്തകളെ മലിനമാക്കും. എന്നാൽ കൃതജ്ഞത എന്ന ഔഷധം കൊണ്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. രാവിലെ ഉണരുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുന്നതിനു പകരം ദൈവം നിങ്ങൾക്കു നൽകിയ ഈ പുതിയ ദിവസത്തിനായി നന്ദി പറഞ്ഞു തുടങ്ങുക. നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്കു ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കു ലഭിച്ച ചെറിയ ചെറിയ നന്മകൾ, ഇതിനെല്ലാം ദൈവത്തിന് നന്ദി അർപ്പിക്കുക. കൃതജ്ഞതയുള്ള ഒരു ഹൃദയത്തിൽ അസൂയയ്ക്ക് സ്ഥാനമുണ്ടാകില്ല. മറ്റൊരാൾക്ക് നന്മകൾ ലഭിക്കുമ്പോൾ അത് കാണുവാൻ ദൈവമേ എനിക്ക് നല്ലൊരു മനസ്സ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. അവരുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾ ആത്മീയമായി വളരുകയാണ് ചെയ്യുന്നത്. ദൈവം നിങ്ങൾക്കായി കരുതിവച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിയായ സമയത്ത് നിങ്ങളുടെ പക്കലെത്തും. അതിനായി ധൃതി വയ്ക്കേണ്ടതില്ല. ആരെയും തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ല. ദൈവമേ, എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങൾ അവിടുന്ന് കാണുന്നുണ്ടല്ലോ. പലപ്പോഴും അറിഞ്ഞും അറിയാതെയും എന്റെ ഉള്ളിൽ കടന്നുകൂടിയ അസൂയയുടെയും കുശുമ്പിന്റെയും ചിന്തകളെ ഞാൻ അങ്ങയുടെ മുൻപിൽ വയ്ക്കുന്നു. മറ്റുള്ളവരുമായി എന്നെത്തന്നെ താരതമ്യം ചെയ്ത് എന്റെ സമാധാനം കളഞ്ഞ നിമിഷങ്ങൾക്കായി ഞാൻ മാപ്പു ചോദിക്കുന്നു. അവിടുന്ന് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കാണാതെ എനിക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഞാൻ സങ്കടപ്പെട്ടു. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, അവിടുന്ന് എനിക്കായി വെച്ചിരിക്കുന്നത് ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല എന്ന്. എന്റെ ജീവിതം അങ്ങയുടെ കൈകളിൽ സുരക്ഷിതമാണ്. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മകളിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ മനസ്സിനെ ശുദ്ധീകരിക്കണമേ. നമ്മുടെ ഓരോ ശ്വാസവും ദൈവത്തിന്റെ ദാനമാണ്. ഓരോ നിമിഷവും അവിടുത്തെ കരുണയാലാണ് നാം ജീവിക്കുന്നത്. എന്നിട്ടും നാം എന്തുകൊണ്ടാണ് ഇത്രയധികം ആകുലപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കണ്ണുമട്ടു നോക്കുന്നത്? ഓരോ പൂവിനും വിരിയാൻ ഓരോ സമയമുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും വസന്തം വരും. അതുവരെ ക്ഷമയോടെയിരിക്കുക. അസൂയ നിങ്ങളെ തളർത്താൻ അനുവദിക്കരുത്. അത് നിങ്ങളുടെ ഉറക്കം കളയാൻ അനുവദിക്കരുത്. പകരം ദൈവത്തിന്റെ സ്നേഹത്തിൽ ആഴപ്പെടുക. സ്നേഹമുള്ളിടത്ത് അസൂയയുണ്ടാകില്ല. സ്നേഹം സഹിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം അസൂയപ്പെടുന്നില്ല. ഈ ദിവ്യസ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക. മറ്റൊരാളുടെ പരാജയത്തിൽ സന്തോഷിക്കാതെ അവരുടെ വിജയത്തിൽ പങ്കുചേരാൻ ഞാൻ ശ്രമിക്കുമെന്ന്. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ ദൈവത്തോട് സഹായം ചോദിക്കുക. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഉടനെ തന്നെ ദൈവമേ നന്ദി എന്ന് പറയാൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തിന്റെ ഇടമാക്കി മാറ്റുക. ദൈവം നിങ്ങൾക്കു നൽകിയ താലന്തുകളെ തിരിച്ചറിയുക.
അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുക. നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. ദൈവം സൃഷ്ടിച്ച നിങ്ങൾ എത്രത്തോളം വിലപ്പെട്ടവനാണെന്ന് തിരിച്ചറിയുക. അസൂയയും താരതമ്യവും നിങ്ങളുടെ സന്തോഷത്തെ മോഷ്ടിക്കാൻ അനുവദിക്കരുത്. അവയെ ഇന്നുതന്നെ ഉപേക്ഷിക്കുക. സ്വതന്ത്രമായി ശ്വസിക്കുക. ദൈവത്തിന്റെ വലിയ പ്ലാൻ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകാൻ അനുവദിക്കുക. സമാധാനമുള്ളൊരു ഹൃദയം ശരീരത്തിന് ജീവനാണ്. ആ സമാധാനം ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായി നൽകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ കാണപ്പെടുന്നുണ്ട്. ഒന്നും വെറുതെയാവില്ല. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്രമിക്കുക. അസൂയയെ ജയിച്ച് സ്നേഹത്തിന്റെ പാതയിലൂടെ നമുക്ക് മുന്നേറാം.